Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, we will start. Who is going to do prayer? I will start today. All things bright and beautiful, all creatures great and small. All things wise and wonderful, the Lord God made them all. Its little flowers that open, its little birds that sing. God made the glowing colors and made their tiny wings. All things bright and beautiful, all creatures great and small. All things wise and wonderful, the Lord God made them all. The people headed mountain, the river running by, the sunset and the morning, the brightness at the sky. All things bright and beautiful, all creatures great and small. Thank you, Miss. Very nice. Okay, so next thought of the day. ഞാൻ പറയാം മിസ്. Okay. Good morning, everyone. Time is like a river. You cannot touch the same water twice because the flow that has passed will never pass again. Enjoy every moment of your life. Thank you and have a nice day. Yes. Time is very precious. ഒരു ഷോർട്ടായിട്ട് ഷോർട്ട് വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പോയത് നമുക്ക് തിരിച്ചു കിട്ടില്ല. കാശൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം അത്, പക്ഷെ സമയം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല. Okay, fine. Who is going to do signing and who is going to wish the class and welcome the class? Wish already done by Sharanya, I think. Yes, Divya. സൈനിങ് അപ്പ് ആണോന്ന് അറിയില്ല. മാം ഇന്നാള് കാണിച്ചൊരു ചെറിയൊരു മെഡിറ്റേഷൻ പോലെ, Yeah, sure. ഒരു റിലാക്സേഷൻ. നിങ്ങൾ ലീഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്തു എന്ന് മാത്രം. അറിയാവുന്ന വെരി ഗുഡ് മാം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എനിക്ക് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ക്യാമറ ഓൺ ആക്കുന്നുണ്ടേ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Good Good afternoon. Good afternoon. Hope you all are doing well. Yes. Yes, fine. നമ്മളെല്ലാരും പണി കഴിഞ്ഞൊക്കെ കൈക്കൊന്നും റെസ്റ്റ് ഇല്ലാണ്ട് എല്ലാരും സ്ട്രെസ്സും എല്ലാം ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും ഇത്. രാവിലത്തെ പണികളും ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെ കൈക്കടക്കം ക്ഷീണായിരിക്കും. നമുക്ക് കൈക്ക് ഒരു റിലാക്സേഷൻ കൊടുത്താലോ ആദ്യം? Okay. നമ്മുടെ ഫിംഗേഴ്സിന് ഒരു മൂവ്മെന്റ് എല്ലാം കൊടുക്കാനായിട്ട് ആദ്യം നമ്മളുടെ കൈകള് മുന്നോട്ട് വയ്ക്കുക. അതായത് പാം നമ്മുടെ ടുവേർഡ്സ് ഫേസ് ആയിട്ട് വയ്ക്കാം. Palms towards face. Okay. Can you see me? Yeah, Yes. of course. Okay. This like this. And then cross the feet. Cross the hands. You can imagine what is this. Can you imagine? Ama. This is butterfly. This is butterfly's wings. This is the body of butterfly. Now you can imagine. Then start. You can wiggle your fingers. Now just imagine your butterfly is flew in the air.
നമ്മുടെ ഫിംഗേഴ്സിനൊക്കെ നല്ലൊരു എക്സസൈസും കൂടിയാണിത്. നമ്മൾക്ക് എഴുതാനായാലും നമുക്കൊരു മോട്ടിവേഷനും കൂടിയാണ് ഇത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫിംഗേഴ്സിൽ കുറെ മർമ്മങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. നമ്മളുടെ വിരൽ തുമ്പില് വരെ കുറെ മർമ്മനാടികൾ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ മൂവ്മെന്റ്സ് ഒക്കെ നമ്മളുടെ ബുദ്ധിനെ, നമ്മളുടെ മൈൻഡിനെ വരെ ഉണർത്താനുള്ള കഴിവുണ്ടെന്നാ പറയുന്നത്. ഇത് ഇനി എല്ലാവരും പതിയെ കണ്ണടയ്ക്കാം. എന്നിട്ട് നമ്മളുടെ ചെസ്റ്റോട് ചേർത്ത് വെക്കാം നമ്മളുടെ പാം. ബട്ടർഫ്ലൈനെ എങ്ങനെയാണോ നിങ്ങൾ ഹോൾഡ് ചെയ്തില്ലേ, അതുപോലെ നിങ്ങളുടെ ഹാർട്ടിനോട് ടച്ച് ചെയ്ത്, നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ബട്ടർഫ്ലൈ. ഇനി നമ്മളുടെ ഒരു മാജിക്കൽ വേൾഡിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം പോകുന്നത് നമ്മളൊരു മാജിക്കൽ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്, കുറേ നിറങ്ങളുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. നമുക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കളറ് നമ്മളുടെ ബട്ടർഫ്ലൈക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ സ്ലോലി ഒരു ബ്രീത്ത് ഇൻ ചെയ്യാം. നമുക്ക് ഫീൽ ചെയ്യാണ് നമ്മളുടെ ബട്ടർഫ്ലൈ, നമ്മുടെ കൂട്ടുകാരനായ ബട്ടർഫ്ലൈ നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുകയാണ്. Slowly breathing out through your mouth. നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ ബട്ടർഫ്ലൈസിനെ പല നിറങ്ങളിൽ. എന്ത് മനോഹരമായിട്ടാണ് അവര് നമ്മൾക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും അവരൊപ്പം പറക്കാൻ പോവാണ് കേട്ടോ. നമ്മളുടെ ചിറകുകളുടെ നിറം ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചേ. നമ്മൾ ആ ഇഷ്ടമുള്ള ചിറകുകളും വിടർത്തി നമ്മൾ അവരൊപ്പം പറക്കാൻ പോവാണേ. ഇപ്പൊ നിങ്ങൾ ദീർഘ ഒരു ശ്വാസം എടുക്കുക. Gently breathe out through your mouth. ഇപ്പൊ നമ്മളുടെ മനസ്സിൽ ഒന്നുമില്ല, നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. നമ്മൾ എത്രയോ കനം കുറഞ്ഞ രീതിയിലാണ് ഈ ആകാശത്തു കൂടെ പറന്നു നടക്കുന്നത് ഈ പൂമ്പാറ്റകൾക്കൊപ്പം. നമ്മുടെ മനസ്സിൽ നല്ലൊരു ചിരി വരുന്നുണ്ട് അല്ലേ? നമുക്ക് ആദ്യമായിട്ടാണ് പറക്കാൻ കഴിഞ്ഞത്. നമ്മളിതേ അവരെ കൂടെ എത്ര ദൂരമാണ് പറന്നു പോകുന്നത്. എത്ര മനോഹരമായ പുഷ്പങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതിലാണ് ഇരിക്കാൻ തോന്നുന്നത്? മഞ്ഞ നിറത്തിലുള്ള പുഷ്പത്തിലാണോ? ഏത് നിറത്തിലുള്ള പുഷ്പത്തിലാണ്? ഞാനും നിങ്ങളെ കൂടെ വന്നിട്ട് ആ പുഷ്പത്തിൽ റെസ്റ്റ് ചെയ്യാനേ. വീണ്ടും നമ്മളൊരു ദീർഘശ്വാസം എടുക്കാണ്. പതിയെ ശ്വാസം നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വിടാണ്. Repeat. Breathe in. Breathe out. ഇനി നമ്മളുടെ ചെസ്റ്റിലുള്ള ഫിംഗേഴ്സ് ടാപ്പ് ചെയ്യുക ചെസ്റ്റില്. അത് നമ്മളുടെ കൂട്ടുകാരനായ ചിത്രശലഭത്തിന്റെ ചിറകുകള് നമ്മളുടെ ശരീരത്തിൽ മുട്ടുന്നത് പോലെ ഇങ്ങനെ പതിയെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഫിംഗേഴ്സ്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്, വെയിറ്റ്ലെസ് ആണ്. ഇനി പതിയെ ചെസ്റ്റിൽ നിന്നും ആ കൈകൾ ഇങ്ങനെ ദൂരത്തേക്ക് പിടിക്കുക. ആ ബട്ടർഫ്ലൈ നമ്മളെടുത്ത് ഇങ്ങനെ പതിയെ പറന്നു പോകണം കേട്ടോ. ദൂരത്തേക്ക് പറന്നു കഴിഞ്ഞ് കൈകൾ രണ്ടും മടിയിൽ വെക്കുക. വീണ്ടും സ്ലോലി ബ്രീത്ത് ഇൻ. Breathe out.
Relax. Slowly open your eyes. എല്ലാവർക്കും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടിയ ഫീലിംഗ് കിട്ടിയോന്ന്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കിങ്ങനെ എന്താ പറയാ, എന്റെ മുഖത്ത് ഈ ചീക്സ് ഒക്കെ ഇങ്ങനെ വലുതായ പോലെ എനിക്ക് തോന്നുന്നത്. നമുക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത് ഉണ്ടാവല്ലോ. ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ട് നല്ല നിറങ്ങളോട് കൂടി നമ്മൾ ആ ചിറകൊക്കെ വിടർത്തി ആകാശത്തിൽ കൂടെ പറക്കുന്നത്. താങ്ക് യു മിസ്. Thank you, Divya. താങ്ക് താങ്ക് യു. യു സോ മച്ച്. താങ്ക് യു. വേറൊരു ലോകത്തെത്തിയ പോലെ ഉണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ. നല്ലായിരുന്നു. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അത് നമ്മളുടെ എന്തെങ്കിലും മന്ത്രാസോ ചാൻസോ ഒക്കെ വെച്ചിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് എനിക്ക് സക്സസ് ആവോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഐ ഫീൽ എന്താ പറയാ, എനിക്ക് വളരെ ബെറ്റർ ഫീലിംഗ് ആണ് തോന്നിയത്. ദിവ്യ അബ്രോഡ് ആണോ? അതെ കേട്ടോ, എബ്രോഡാണ്. ഞാൻ ഒമാനിലാണ്. നിങ്ങൾക്ക് എന്റെ ബാക്കിൽ, എന്റെ വീട്ടിൽ നിറയെ ബട്ടർഫ്ലൈസ് ആണ്. എനിക്ക് ബട്ടർഫ്ലൈസിനോട് ഒരു പ്രത്യേക ക്രേസും ഉണ്ട്. എന്റെ ചുമരിലൊക്കെ ഞാൻ ചിത്രം വരച്ചിട്ടുള്ളതും ബട്ടർഫ്ലൈസിന്റെ ആണ്. സ്റ്റിക്കേഴ്സ് എല്ലാം ഞാൻ ഒട്ടിക്കുന്നതും ബട്ടർഫ്ലൈസിന്റെ ആണ്. നമുക്കെല്ലാം വീട്ടിലൊരു ശലഭോദ്യാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ബട്ടർഫ്ലൈ വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, ശരിക്കും നമ്മളെ തേടി വരും. അതുപോലെയുള്ള ചെടികൾ നടുവാണെങ്കിൽ വളരെ നന്നായിരുന്നു ദിവ്യ. നമ്മളിവിടെ ഈ തേനീച്ചയൊക്കെ കുടിക്കുന്ന വണ്ടല്ലോ, കറുത്ത വണ്ട്, അതുള്ള ചെടിയുണ്ട് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടില്. ശരിക്കും വണ്ടിന്റെ മുകളിലാണ് എപ്പോഴും. നേച്ചറിന്റെ ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയാ. തേനുണ്ട്, വേറെ ഫ്ലവർ ഭയങ്കര സ്മെല്ലാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഇതില് തേനുണ്ട്, അതുകൊണ്ട് അവര് കുടിക്കാൻ വരും. ഓ ശരി ശരി. സോ നല്ലതായിരുന്നു. ശരിക്കും മെഡിറ്റേഷൻ നമ്മളുടെ ഒരു ദിവസം തന്നെ ആ ഉറക്കം ഉൾപ്പെടെ, രാത്രിയുള്ള ഉറക്കം ഉൾപ്പെടെ തന്നെ നമ്മളെ ഭയങ്കര സൂത്തിങ് ചെയ്യും. നല്ലൊരു ഇതാണ്. നിങ്ങൾ എല്ലാരും പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ക്ലാസ്സിൽ ടൈം ഉള്ളപ്പോ ഇതുപോലെ 5 minutes ഒക്കെ മതിയാകും. വീട്ടിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം ചെയ്യാം. ക്ലാസ്സിൽ നമുക്കൊരു ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഫസ്റ്റ് ടൈം ആണ് മിസ്സേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയപ്പോ നന്നായി ഫീൽ ചെയ്തു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പറഞ്ഞതുപോലെ കൈയുടെ മൂവ്മെന്റ്സ് അത് ശരി തന്നെയാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ല ടൂളാണ് അവരുടെ ഹാൻഡ്സ് എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും അത് കൈ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ അതിലവരുടെ കൊച്ചു മസിൽസ് ഉണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ കൊച്ചു മസിൽസ്. ശരിക്കും അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. നമുക്കും അത് നല്ലതായിരിക്കും. കണ്ടിട്ടില്ലേ, ചില ഇത് ആർക്കെങ്കിലും ഇങ്ങനെ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചില സെൻസേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴേക്കും ആ ഒരു സ്മൈലി ബോൾ വെച്ചിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു മൂവ്മെന്റ് അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറെ പേർക്കൊക്കെ അത് ക്യൂർ ആവാറുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഹാഫ് ഓഫ് ദ ഡേയിലാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തതെങ്കിലും നമുക്ക് കുറെ രാത്രി ഉറക്കമൊക്കെ നന്നായിട്ട് വരും. സോ ഡു പ്രാക്ടീസ്. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ്. ആ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ മെഡിറ്റേഷൻ വേണം. ഓക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഒരു കട്ടിലും തലേണ ഉണ്ടായിരുന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങായിരുന്നു. അതേപോലെ റിലാക്സ്. ശരി, ഉറങ്ങോ? ക്ലാസ് എടുക്കുമ്പോഴേക്കും ഇനി ഉറങ്ങി വീഴുവോ? ഇല്ല, ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. ഓക്കെ മിസ്സേ, എന്തോ മറ്റേ ഡിപ്ലോമക്കാരനെ പിന്നെ രണ്ടും സെപ്പറേറ്റ് ആക്കാൻ പോണ, ക്ലാസ് മാറ്റാൻ പോണെന്നൊക്കെ പറയണ്ടായിരുന്നു. അതൊരു ഡിസ്കഷൻ നടക്കുവാണേ. അത് ഏത് ടൈം വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക.
അത് ചില വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ചിനൊക്കെ അവർ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ചുപേര് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുവാണ്. ചിലർ ജോലി ചെയ്യുന്നവര് ഈ കോഴ്സ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർക്ക് മോണ്ടിസോറി പഠിക്കുന്നു എന്ന് അറിഞ്ഞ് വിളിച്ച് ജോലി കൊടുത്തവരുണ്ട്. അപ്പൊ അവരൊക്കെ ആകെ സങ്കടത്തിലാണ്. ജോലി ഉപേക്ഷിക്കണോ എന്നുള്ള രീതിയിൽ ഒരു നല്ല വിഷമത്തിലാണ് അവരൊക്കെ. അപ്പൊ അതാണ് അതുകൊണ്ട് ഇതൊരു ഡിസ്കഷനിൽ നിൽക്കുക. കറക്റ്റ് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. നമ്മളുടെ ബാച്ചിലെ ആദ്യത്തെ ബാച്ചുകളിലെ മിക്കവർക്കും ജോബൊക്കെ ആയിട്ടുണ്ട്. ഈ മോണ്ടിസോറി കോഴ്സാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ടീച്ചിങ് പ്രാക്ടീസിന് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ മറ്റേ പേരൻസിന്റെ അടുത്ത് കുട്ടികളുടെ അത് ഇടാന്ന് പറഞ്ഞില്ലേ ക്ലാസ് റൂമില്? നല്ല തിരക്കിലായി. ഇപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബാച്ചിൽ നിന്നാന്ന് തോന്നുന്നു ആരോ യെസ് ഓർ നോ മാത്രം പോരാ, സംടൈംസ് കൂടെ വേണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ എനിക്കത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേർഡിലാക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ തോന്നുവാണെങ്കിൽ അതും കൂടെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചേഞ്ചസ് വരുത്തി ഇടാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ സമയം കിട്ടിയില്ല. ഞാൻ ഇട്ടേക്ക്. ഓക്കെ. ഓക്കെ മിസ്. നമ്മള് ഇത് എന്താ മോണ്ടിസോറി വേഴ്സസ് ട്രഡീഷണൽ അത് കഴിഞ്ഞതല്ലേ? അത് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്തല്ലേ? അതെ. എടുക്കട്ടെ കേട്ടോ ഫയല്. രണ്ട് പാരഗ്രാഫ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓ ശരി. റെക്കോർഡ് റൈറ്റിംഗ് ഒക്കെ ഓക്കെ ഇല്ലേ? തുടങ്ങി കഴിഞ്ഞു അതെ ആരെങ്കിലൊക്കെ? കഴിയാറായി. ഇനി മറ്റേ കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ളതില്ലേ ഒരു പിക്ചർ? നമ്മള് കുറച്ചായതേ ഉള്ളൂ പിക്ചറൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഒട്ടിച്ച് തുടങ്ങിയ പിന്നെ ഒറ്റയടിക്ക് തീരുമല്ലോ. കുറച്ചു പേരൊക്കെ ഫിനിഷ് ആകാറുമായി. ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അല്ലേ തന്നുള്ളൂ? അതെ. അതെ മിസ്സേ. ഓക്കെ. 2 പാരഗ്രാഫ് എന്നല്ലേ പറഞ്ഞേ? ഓക്കെ ഫൈൻ. സോ നമ്മള് ഹ്യൂമൻ ബേബീസിന്റെയും അനിമൽ ബേബീസിന്റെയും ആ ഒരു ഡിഫറൻസ് പറയുമായിരുന്നു അല്ലേ? നമ്മൾ നോട്ടീസ് ചെയ്ത കുറെ ഡിഫറൻസ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. സോ നമ്മൾ പറഞ്ഞതൊരു സ്പിരിച്വൽ എംബ്രിയോ ഉണ്ട് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ. ശരിക്കും ആക്ച്വലി എംബ്രിയോ എന്ന് പറയുന്നത് ആ ഒരു ജീവന്റെ ഒരു തുടിപ്പ് അതങ്ങ് ഫോം ചെയ്ത് മനുഷ്യരൂപത്തിലേക്ക് ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപമായിരുന്നു. അത് ഫുൾ ആ ഒരു മനുഷ്യരൂപമായി കഴിയുമ്പോൾ ആണ് ബേർത്ത് ആയിട്ട് പുറത്തു വരുന്നത്. പക്ഷെ മോണ്ടിസോറി പറയുന്നത് മനസ്സ് അപ്പോഴും ആ ഒരു ഏറ്റവും ബേസ് ലെവലിലാണെന്നാണ് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സമയമെടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബട്ട് അനിമൽസിൽ അങ്ങനെയല്ല. അവർ ജനിക്കപ്പോൾ തന്നെ അവരുടെ ആ ഒരു ലെവലൊക്കെ ഓൾമോസ്റ്റ് ശരിയായിട്ട് തന്നെയാ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫ് ആരാ അത് വായിക്കാം? ഞാൻ വായിക്കാം. ഓക്കെ. For the child to self-build himself, she concluded that the child must possess within the predetermined psychic pattern, which is not visible at birth. She refers to them as a spiritual embryo. Montessori believed that for the psychic pattern of reveal itself
two conditions must be fulfilled. First, surrounding. He needs to collaborate with his environment to understand or come to terms within the limit of his universe. Second, he needs freedom to reveal himself. If these two conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop a sensitive period and an absorbent mind. യെസ്, കുട്ടികൾ പെട്ടെന്നെല്ലാം പിടിച്ചെടുക്കുന്ന പറയുന്നത് ഈ ഒരു പ്രായത്തിൽ. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും പെട്ടെന്ന് അവരുടെ മെമ്മറിയിലേക്ക് അത് രജിസ്റ്റർ ചെയ്യും. അതാണ് അവരുടെ മുമ്പിൽ വെച്ച് ഈവൻ ചില വാക്കുകൾ യൂസ് ചെയ്യരുത്, അവർ പെട്ടെന്ന് അത് പിടിച്ചെടുക്കും, അവരത് യൂസ് ചെയ്യും. സോ അബ്സോർബന്റ് മൈൻഡ് എന്ന് പറയുന്നത് അതാ, അവരങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുക. എന്താണോ കേൾക്കുന്നത് അത് മുഴുവനും അബ്സോർബ് ചെയ്തിരിക്കുക. ശരിക്കും കുട്ടി വളരുന്നൊരു എൻവിയോൺമെന്റ് ഉണ്ട്. അതിപ്പോ കുട്ടി വളർന്ന് സ്കൂളിൽ ചെല്ലുമ്പോഴും അപ്പോഴേക്കും രണ്ട് എൻവിയോൺമെന്റിലാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് വരുന്നത്. ആ ഒരു എൻവിയോൺമെന്റ് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ആ രീതിയിലുള്ള എൻവിയോൺമെന്റ് ആയിരിക്കണം ഉണ്ടാകുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പലപ്പോഴും ചില കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവരുടെ വീട്ടിലെ സാഹചര്യം ഭയങ്കര കുട്ടിയുടെ വളർച്ചയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ളതാകുമ്പോഴാണ് പല കുട്ടികളിലും പല പ്രശ്നങ്ങൾ കാണുന്നത്. ഈ ഒരു മെന്റൽ ഡെവലപ്മെന്റ്, അതായത് സ്പിരിച്വൽ എംബ്രിയോ ഡെവലപ്മെന്റ് ആകുന്നതിന് മോണ്ടിസോറി ബിലീവ് ചെയ്തിരുന്നത് രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഒന്ന് സറൗണ്ടിങ്സ്, അതായത് പറഞ്ഞ എൻവിയോൺമെന്റ്. ആ എൻവിയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആവണം കുട്ടി, യൂസ്ഡ് ടു ആകണം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടതില് ഒരു പാരന്റ്സിന് കുട്ടികളില്ല, അപ്പൊ അവരൊരു ഓർഫൻ കുട്ടിയെ എടുത്ത് വളർത്തി. ഭയങ്കര റിച്ച് ആയിട്ടുള്ള പാരന്റ്സ് ആണ് ഈ വളർത്തച്ഛനും വളർത്തമ്മയും. അപ്പൊ എന്തായാലും കുട്ടി വളർന്നു വരുമ്പോ ഈ റിലേറ്റീവ്സിന്റെ വക ചിലപ്പോ ചില സമയത്ത് ചില ഡയലോഗ്സ് ഒക്കെ വരില്ലേ, എടുത്ത് വളർത്തിയതാണ് അങ്ങനെ. ഇപ്പൊ അതിങ്ങനെ കേട്ട് അവനിങ്ങനെ വളരുമ്പോ അവനിൽ ആ ഒരു ചിന്ത, ഞാനൊരു അനാഥനാണ്, എന്നെ എടുത്ത് വളർത്തിയതാണെന്ന്. പിന്നെ സംടൈംസ് അവര് ഭയങ്കര ഡിപ്രഷനിലാവും. ഈ മൂവിയിൽ കാണിക്കുന്നത് ഇവനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുട്ടിയായി മാറുക. കാരണം ഇവന്റെ വളർത്തച്ഛൻ ആദ്യം മരിക്കുന്നു. ഇവനൊരു 25+ ഒക്കെ കഴിയുമ്പോഴേക്കും ഇവനെ വളർത്തിയ അമ്മയും മരിക്കുക. അവൻ ശരിക്കും ആക്ച്വലി ഇവര് ഒരു സ്ലോ പോയ്സൺ എന്നുള്ള രീതിയിൽ ഇവര് മരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഹാർട്ട് ഫെയിലിയർ ആവാവുന്ന രീതിയിലുള്ള മെഡിസിൻസ് ചെറിയ ഡോസ് ആയിട്ട് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ലേഡി മരിക്കുന്നത്. അങ്ങനെ ഇവരൊരു ക്രിമിനൽ സ്വഭാവമുള്ളതായി വരുവാണ്. ഇവരുടെ സ്വത്ത് മുഴുവൻ ഇവന് വേണം, അതിനും വേണ്ടിയിട്ടും ഇങ്ങനെ. അപ്പൊ ആ ഒരു എൻവിയോൺമെന്റില് പലപ്പോഴും റിലേറ്റീവ്സിന്റെ കുത്തുവാക്കുകൾ കുറെ ഇങ്ങനെ കേട്ട് ഒന്നുമില്ലാത്തവനാ, എന്താ പറയാ, ഇപ്പൊ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പോലെയാണ്, അങ്ങനെ ഒരു രീതിയിൽ ഉള്ള രീതിയിലുള്ള കുറെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവനില് പതുക്കെ ആ ഒരു ഇത് വരും. അതാണ് പറയുന്നത്, ഈ എൻവിയോൺമെന്റ് അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയെ ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് യൂണിവേഴ്സ്, പ്രപഞ്ചം മുഴുവനും ഇവന്റെ ഡെവലപ്മെന്റിന് റെഡി ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു, അവര് മറിയ മോണ്ടിസോറി യൂണിവേഴ്സ് എന്നാണ് എപ്പോഴും പറയുന്നത്. ആ ഒരു എൻവിയോൺമെന്റ് എല്ലാം യൂണിവേഴ്സിന് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ സെക്കൻഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും പാരന്റ്സ് കുട്ടികളുടെ ഇഷ്ടത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മുടെ സർവേയിൽ നമ്മൾ അതാണ് ശരിക്കും ചെയ്യാൻ പോകുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള കെയർ ആണോ എന്നുള്ളത്. അപ്പൊ ഇവൻ എന്താണോ അവന്റെ പേഴ്സണാലിറ്റി റിവീൽ ചെയ്യാനുള്ള അവസരം അവനുണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഫസ്റ്റ് വൺ, അവൻ വളരുന്ന ആ ഒരു സറൗണ്ടിങ്സ് അത് അത്രയും പോസിറ്റീവ് ആയിരിക്കണം അവന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈവൻ ദോ അവനൊരു ബ്ലോക്കിംഗ് വന്നാൽ പോലും ഒരാൾ അവനുണ്ടാകണം, അവനെ ആ ബ്ലോക്കിങ്ങിൽ നിന്നും ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ. എല്ലാരും അത് ശ്രദ്ധിക്കാത്തവരോ അല്ലെങ്കിൽ അവനിൽ എപ്പോഴും എന്തെങ്കിലും ഫ്ലോസ് കാണുന്നവരോ ആണെങ്കിൽ അവനവിടെ ഡെവലപ്മെന്റ് നടക്കില്ല. പിന്നെ അവനെ തന്നെ റിവീൽ ചെയ്യാൻ പറ്റണം. ഹി നീഡ്സ് ഫ്രീഡം ടു റിവീൽ ഹിംസെൽഫ്, അല്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി അല്ലാതെ ആയിപ്പോവും. പലപ്പോഴും പാരന്റ്സ് അവരുടെ ഇഷ്ടങ്ങൾ കുട്ടികളിൽ
അടിച്ചേൽപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ രീതിയൊന്നും അങ്ങനെയൊന്നുമല്ല. പാരന്റ്സ് എല്ലാം വളരെ പ്രാക്ടിക്കലായി മാറിക്കഴിഞ്ഞു. സ്കൂളുകളിലും അതിന് വേണ്ടുന്ന എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒക്കെ അവയർനെസ് കൊടുക്കുന്നുണ്ട്. കരിക്കുലം തന്നെ അതിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. പക്ഷെ വളരെ വിരളമായിട്ട് ഇതേപോലുള്ള പാരന്റ്സ് ഉണ്ട്. എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്ന, അതായത് ട്യൂഷൻ എടുക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് വളരെ അരഗന്റ് ആയിട്ടാണ് എന്നുവെച്ചാൽ കൊച്ചിന് ഒരു മാർക്കൊക്കെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാലും അവര് ഭയങ്കര എന്തുകൊണ്ട് പറ്റുന്നില്ല, നിങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാരന്റ് ആണ്. അവര് ഗൾഫിലാണ്, അമ്മയാണ് കേട്ടോ, അമ്മ ഗൾഫിലാണ്. കൊച്ചുങ്ങളെ എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും 10 ദിവസത്തെ ലീവിന് വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെ പിടിച്ചിരുത്തി അടിച്ച് പ്രശ്നമാക്കി. അവന്റെ പാരന്റ്സ് വരുമ്പോ, അമ്മ വരുമ്പോ പ്രാർത്ഥിക്കുന്ന, എന്റെ അമ്മ വരല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത്ര അരഗന്റ് ആയിട്ടുള്ള പാരന്റ്സ് ഇപ്പോഴും ഉണ്ട്. ശരിയാണ്. പിന്നെ പാരന്റ്സ് തമ്മിലുള്ള ഇഷ്യൂസ്, അത് കുട്ടിയെ ബാധിക്കുന്നത്, അങ്ങനെ പലതൊന്നും. ബ്രോക്കൺ ഫാമിലീസ്, സെപ്പറേറ്റഡ് ആവുന്നതും ഡിവോഴ്സ് ആവുന്നതും അതൊക്കെ ബാധിക്കുന്നത്. പക്ഷെ ഒരു ഏജ് അങ്ങ് കഴിയുമ്പോൾ അവരതിനകത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യുവാണ്. ദാറ്റ് വാസ് ബെറ്റർ എന്നുള്ള രീതിയിൽ അവരങ്ങ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ വേറെ കേസസ്. നമുക്കിവിടെ ഇവരുടെ ആ ഡെവലപ്മെന്റ് തുടങ്ങുന്ന ഏജിൽ ഇവർക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് കണ്ടീഷൻസും ആബ്സെന്റ് ആണെങ്കിൽ ഈ കുട്ടിയുടെ സൈക്കിക് ലൈഫ്, അതായത് ആ മെന്റൽ ഡെവലപ്മെന്റ്, ആ ഒരു ലൈഫ് അതങ്ങോട്ട് കറക്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്തില്ല. ആ സ്പിരിച്വൽ എംബ്രിയോ ആ എംബ്രിയോ സ്റ്റേജിൽ തന്നെ ഇരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് പ്രായപൂർത്തിയാകുക നമ്മൾ പറയില്ല, അതാകില്ല എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി എല്ലാം നിന്നു പോകും. അവൻ്റെതായിട്ടുള്ള അതൊന്നും പുറത്തേക്ക് വരില്ല, അതെല്ലാം നിന്നു പോകും. നമ്മള് സ്ഫടികം സിനിമയില് മോഹൻലാലിന്റെ ചെറുപ്പകാലത്തില് ആ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരുന്നില്ലേ? അവന്റെ അച്ഛൻ മാത്സ്, അവന് പക്ഷെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, ഭയങ്കര ക്രിയേറ്റിവിറ്റി, സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, ഇന്റലിജൻസും ഒക്കെ. പക്ഷെ അച്ഛനൊട്ടും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അച്ഛന് മാത്സ് ആ ഒരു ഇത്, അങ്ങനെ ഒരു മാഷുമായിരുന്നല്ലോ. അവസാനം അച്ഛൻ തിരിച്ചറിയുമ്പോഴേക്കും മോഹൻലാലിന്റെ ലൈഫിന്റെ സ്റ്റൈൽ തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങളും പല നഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത്. മൂവീസ് മാത്രമല്ല, ലൈഫിലും അതുണ്ടാവും. Therefore, the child must also develop a sensitive period and an absorbent mind. അപ്പൊ ഈ കുട്ടിക്ക് ഒരു സെൻസിറ്റീവ് പീരീഡും ഉണ്ട്, അബ്സോർബന്റ് മൈൻഡും ഉണ്ട്. അതായത് എന്താണോ അവൻ ആ സമയത്ത് ചെയ്യേണ്ടത് അതെല്ലാം ആ ഒരു രീതിയിൽ തന്നെ പോകുകയും വേണം. എന്തവൻ അക്സെപ്റ്റ് ചെയ്യണം അതും വരും. ഈ അക്സെപ്റ്റൻസ് പോസിറ്റീവ് തിങ്സും ഉണ്ടാകാം, നെഗറ്റീവ് തിങ്സും ഉണ്ടാകാം. അപ്പം പോസിറ്റീവായിട്ട് അവൻ എപ്പോഴും റോൾ മോഡൽ ആക്കാൻ നോക്കുന്നത് അവന്റെ മുന്നിൽ കാണുന്ന അഡൾട്ട്സിനെയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് പാരന്റ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ആയിരിക്കും റോൾ മോഡൽ ആക്കാൻ നോക്കുക. സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറെയാണ് കാണുന്നതെങ്കിൽ ടീച്ചറെ ആയിരിക്കും റോൾ മോഡൽ ആക്കാൻ നോക്കുക. ഈവൻ ദോ അവര് സംസാരിക്കുന്ന തന്നെ അവരെ പോലെ സംസാരിക്കാൻ നോക്കും, അവരെ പോലെ നടക്കാനായിട്ട് നോക്കും. പെൺകുട്ടികൾ കണ്ടിട്ടില്ലേ, ഒരു പ്രായം വരുമ്പോ അമ്മയുടെ സാരി എടുത്ത് ചുറ്റുന്നതും, ആൺകുട്ടികള് അച്ഛനെ പോലെ മീശ വരയ്ക്കാൻ നോക്കുന്നു. അതൊക്കെ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു അബ്സോർബൻ മൈൻഡിന്റെ ഒരു ഭാഗം. അവരാ ഒരു ഇത് മോഡൽ ആക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പൊ മോണ്ടിസോറി ഈ സ്പിരിച്വൽ എംബ്രിയോയെ കുറിച്ചും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളത്. അപ്പോ ഈ 2 കണ്ടീഷൻസിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. ആസ് എ മദർ, ആസ് എ ടീച്ചർ. ഇപ്പൊ ഫെസിലിറ്റേറ്റർ ആയിട്ട് ഒരു സ്കൂളിൽ പോവുകയാണെങ്കിലും നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമുക്ക് ഈ സ്പിരിച്വൽ എംബ്രിയോയെ ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. അത് നമ്മളിലാണ് ആ ഡ്യൂട്ടി ഇരിക്കുന്നത്. സോ അതിന് വേണ്ടുന്നത് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. 2 സ്ഥലത്ത് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ അവർ ഓൺ കിഡ്സ് ആൻഡ് ഫോർ അവർ ഓൺ കിഡ്സ് ഇൻ ദ സ്കൂൾ ഓൾസോ. സ്കൂളിലുള്ള കുട്ടികളും നമ്മുടെ തന്നെയല്ലേ. സോ അവരെ നോക്കണം, നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ തന്നെ. സോ ദാറ്റ് വാസ് ഇറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, ലൈക്ക് ഇത് റിലേറ്റഡ്? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് സ്പിരിച്വൽ എംബ്രിയോയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് സൈക്കിക് ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം തന്നെയാണ് പറയുന്നത്. ഞാൻ അതൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാണ്ട്.
ഓക്കെ, ആരാ റീഡ് ചെയ്യാനുള്ളത്? നമുക്കൊരു ഡയഗ്രാം ആണ് അതിൽ വരുന്നത്. എന്നാലും റീഡ് ചെയ്യാനുള്ള ഞാൻ പറയാം. The spiritual embryo. Montessori described the spiritual embryo or the predetermined psychic pattern. അതായത് ഓൾറെഡി ഇവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്റെ പാറ്റേൺ ഉണ്ട്. അത് ആസ് എ സെറ്റ് ഓഫ് ലോസ്. അതാണ് നമ്മൾ പറയുന്ന ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നമ്മൾ പറയില്ലേ ഞെക്കി പഴുപ്പിച്ചത് അതിന് മധുരം കുറവായിരിക്കുന്ന, അത് നാച്ചുറൽ ആയിട്ട് പഴുക്കുമ്പോഴല്ലേ എന്തിനും മധുരം നമുക്ക് കിട്ടുന്നത്. എന്ത് സാധനമാണെങ്കിലും അല്ലെ, നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലെ മാങ്ങ നല്ല മൂത്ത് പഴുത്തു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ അതല്ലാതെ പിഞ്ചായിരുന്നപ്പോഴേ വച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഴുപ്പിക്കുമ്പോഴേക്കും അത് ആ ഒരു ഇതില്ല. ചക്കപ്പഴമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ പഴുക്കാൻ പാകമായി കഴിഞ്ഞാൽ നമുക്കത് കീപ്പ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ നിർബന്ധിച്ച് പഴുപ്പിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി അങ്ങനെ ഒരു പ്രോവർബ് പോലെ. അപ്പൊ അങ്ങനെ ഒരു ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, കുട്ടിയിൽ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടാണ് വരേണ്ടത്. ദീസ് ആർ ദ ഇൻബോൺ powers which make the helpless human babies into the most powerful species on earth. നമ്മൾ അനിമൽ ബേബീസിന്റെ കാര്യം പറഞ്ഞു. അവരെ പിടിച്ചു നടത്താനോ കാല് നേരെ വെക്കാനോ ഒന്നും പഠിപ്പിക്കേണ്ട. അവര് തന്നെ എണീറ്റ് ആദ്യം വേച്ച് ഒക്കെ പോയി ഒന്ന് വീണാലും വീണ്ടും അവര് പെട്ടെന്ന് തന്നെ ആ ബർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഹ്യൂമൻ ബേബീസിനും നാച്ചുറൽ ആയിട്ട് എല്ലാ ഡെവലപ്മെന്റിനും ഉള്ള പൊട്ടൻഷ്യൽ വരണം. അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട്, അതായത് ചെറുപ്പത്തിൽ എല്ലാത്തിനും സപ്പോർട്ട് വേണം, ഡിപ്പെൻഡന്റ് ആണ്. അവര് വളർന്ന് ഡെവലപ്മെന്റ് ശരിയായി വരുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു. പവർഫുൾ സ്പീഷീസ് ഓൺ എർത്ത്. അങ്ങനെയാണ്, മനുഷ്യനെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ലല്ലോ. ആ ഒരു രീതിയിൽ പവർഫുൾ സ്പീഷീസ് ആയിട്ട് മാറുന്നു. നമുക്ക് അവിടെ ഒരു ഡയഗ്രാം പോലെ ഉണ്ട്. ഇതത് ചെറിയ അക്ഷരങ്ങളാ, കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കണു. പറ്റുന്നവരൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ചെറിയ അക്ഷരാന്നേ ഉള്ളൂ. അതെല്ലാം നമുക്ക് ടെസ്റ്റിലും വലിയ ക്ലിയർ ആയിട്ടല്ല കിടക്കുന്നത്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, ചൈൽഡ്, നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഇവർക്ക് ഉണ്ടെന്നറിയാം. ഒന്ന് അവര് വളരുന്ന എൻവയോൺമെന്റും പിന്നെ അവരുടെ പേഴ്സണാലിറ്റി അറസ്റ്റ് ചെയ്യാത്ത ഫ്രീഡവും. അത് രണ്ടുമാണ് ഈ റെക്ടാങ്കിളിൽ ഈ ബ്ലോക്കിനകത്ത് 1, 2 ഇട്ടിരിക്കുന്നത്. കണ്ടീഷൻ നെസസറി ഫോർ ദിസ്, അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായ നെസസറി ആയിട്ടുള്ള 2 കണ്ടീഷൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തില്ലേ. ഒന്ന് എൻവയോൺമെന്റ്, 2 ഫ്രീഡം ടു റിവീൽ ഹിംസെൽഫ്. അതാണ് ഉദ്ദേശിച്ചത്. അവന്റെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും എന്തും പുറത്തേക്ക് എടുക്കാനായിട്ട്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്ക് അതാണ്. 2 കണ്ടീഷൻ ഫോർ ദി സൈക്കിക് ഡെവലപ്മെന്റ് ഓഫ് ആ മെന്റൽ ഡെവലപ്മെന്റിന്റെ 2 കണ്ടീഷൻസ് 1, 2 നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചൈൽഡ്, കുട്ടിയുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേൺ. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ നമുക്കറിയാം ഒരു കുട്ടി, മനുഷ്യക്കുട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും, ജനിച്ചു കഴിയുമ്പോ എങ്ങനെയിരിക്കും, ആ രൂപം നമുക്കറിയാം. ഇന്റേണൽ ഓർഗൻസ് ഇതെല്ലാം ഉണ്ടാവും. നോർമൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് ഇന്റേണൽ ഓർഗൻസ്, എക്സ്റ്റേണൽ ബോഡി പാർട്സ് എല്ലാം നമുക്കറിയാം. പിന്നെ ഇത്ര വയസ്സാവുമ്പോ ഇങ്ങനെയായിരിക്കും കുട്ടി, ഇത്ര വയസ്സെല്ലാം പ്രീ ഡിറ്റർമിൻ പാറ്റേൺ ആണ് അല്ലെ. 3 മാസം ആവുമ്പോ ഇങ്ങനെ ചെയ്യും, 1 മാസം കഴിയുമ്പോൾ നമ്മള് വിഷൻ കറക്റ്റ് ആവും, നമ്മൾ നോക്കി ചിരിക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനായിട്ടുള്ള ശ്രമം നടത്തും, കൈകൊണ്ട് ഒരു ആക്ഷൻസ് കാണിക്കും. ഇതെല്ലാം ഒരു പ്രീ ഡിറ്റർമിൻ പാറ്റേൺ ആണ്. 6 മാസം കഴിയുമ്പോൾ ചില കുട്ടികളിൽ പല്ല് ചെറുതായിട്ട്, പല്ലില്ലെങ്കിൽ ആ പല്ല് വരുന്ന ഭാഗത്ത് ഭയങ്കര ഒരു കട്ടി ഫീൽ ചെയ്യും. അവരിങ്ങനെ എപ്പോഴും കടിക്കാനായിട്ട് നോക്കും. അങ്ങനെ നമുക്ക് ഓരോരോ ഇത് വരുമ്പോൾ ഇവരുടെ ഡെവലപ്മെന്റ് അറിയാം. ഇവരുടെ ബുദ്ധിയുടെ കാര്യത്തിലെ ചില സമയത്ത് പ്രായമായിട്ട് ഇരുന്ന് പറയണ കേൾക്കാറില്ലേ, ഇത് മനസ്സിലാക്കുന്നുണ്ട്, അത് പാട്ട് ശ്രദ്ധിക്കുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ടേസ്റ്റ് മനസ്സിലാക്കുന്നു, അവരുടെ സെൻസും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം ഒരു പ്രീ ഡിറ്റർമിൻ സൈക്കിക് പാറ്റേൺ ആണ്. അപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ലോസ് ആണ് ഈ ഇങ്ങനെ കുറെ നിങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കാണാനായിട്ട് പറ്റും. അതെന്താന്ന് വായിക്കാം, നമുക്കത് ഓരോന്നുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട്. ഫസ്റ്റ് വൺ, ലോ ഓഫ് വർക്ക്.
ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ വർക്ക് എന്ന് പറയുന്നത് എന്താ ശരിക്കും? അവരുടെ ചെറുപ്പത്തിലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ ചെയ്യുന്ന വർക്ക് എന്താ? കുട്ടികളായിരിക്കാം. കരച്ചിലല്ലേ? എപ്പോഴും കരയുവാണ്. അവര് ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസ്, കളിക്കുക, അങ്ങനെ. പഴം കൊണ്ടുള്ള കളി ചെയ്യുക. ടോയ്സ് ആയിട്ടുള്ള കളികൾ. അതിന് പറയണ്ടേ കളിക്കുക ഇതിനല്ലേ പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞു, അവര് പറഞ്ഞായിട്ടും കണ്ടു. അവിടെ ഉണ്ടല്ലോ ഒരു കുട്ടി, എന്താ ചെയ്യണേ? കരയുവാണോ അതോ കളിക്കുവാണോ? അറിയാൻ വേണ്ടിട്ട് അൺമ്യൂട്ട് ചെയ്താന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ലോ ഓഫ് വർക്ക്, ഇവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെപ്പോഴും പ്ലേ, അതാണ്. ദേ പ്രിഫർ ടു പ്ലേ ഓൾവേസ്, വർക്ക് ടു പ്ലേ. സാധാരണയുള്ള ഒരു ഇപ്പൊ പ്രായമായ ഒരാളുടെ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വോളിബോളിന് പോകുന്നു, ബാഡ്മിന്റണിന് പോകുന്നു, അത് വർക്കൗട്ടാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ജോലിയുണ്ട്, അവർ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് വർക്കൗട്ടിന് പോകുന്നു അല്ലെ. ഫുട്ബോള്, ഇതുപോലെ സ്വിമ്മിങ്, അതൊക്കെ വർക്കൗട്ടാണ്, മീൻസ് വർക്ക് ഔട്ട് അല്ലെ. അതുപോലെ പിന്നെ ചെസ് വീടിനകത്തിരുന്ന് കളിക്കുമായിരിക്കും പ്രായവരെ, എന്നാലും അവർ ഫിസിക്കൽ ഫിറ്റ്നസ് ഉദ്ദേശിച്ച് ബോഡി ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പോകുന്നത് ഈ വർക്കൗട്ടാണ്. ഇവിടെ കുട്ടികളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലേ ആണ്, അവര് കളിച്ചുകൊണ്ടേയിരിക്കും. ഈ ജനിച്ച ഉടനെയുള്ള കുട്ടികള് ഈ പറഞ്ഞ പോലെ കുറെ കരച്ചിലും പിന്നെ ബെഡിൽ കിടന്നുള്ള ഗുസ്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കുഞ്ഞു പ്രായത്തിലെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അവർക്ക് ഇഷ്ടമല്ല, അവർ തന്നെ ചെയ്യാൻ നോക്കും. വീട്ടില് എന്തെങ്കിലും വിശേഷ അവസരം വരുമ്പോ നമ്മൾ ഇലയിലൊക്കെ ചോറുണ്ടപ്പോ അവർക്കും വേണം പറഞ്ഞു. അവര് അതിന് കൊടുക്കുന്നത് ചിലപ്പോ കുറെ താഴെ പോവും, കുറെ എന്തെങ്കിലും അവർ കയ്യിലെടുത്ത് കാണിക്കും, കുറെ എടുത്ത് വായിൽ വെക്കും, അങ്ങനെ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്, ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, പവർ ഓഫ് അറ്റൻഷൻ, ഭയങ്കര ഒരു അറ്റൻഷൻ ആയിരിക്കും അവർക്ക്. നമ്മുടെ പോലെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല അവര് പെട്ടെന്ന്, കാരണം നമുക്ക് പല പല ചിന്തകൾ വരുമ്പോഴേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷെ ഇവരുടെ അറ്റൻഷൻ ഭയങ്കരമായിരിക്കും. ലോ ഓഫ് ഇൻഡിപെൻഡന്റില് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവര് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഇപ്പോ നമ്മൾ കൊടുത്ത ഞാൻ കഴിച്ചോളാം, തന്നെ കഴിക്കാനായിട്ടുള്ള ഒരു ഇത് അത് വരും. അവർക്ക് ആ ഒരു പ്രായമാകുമ്പോഴാട്ടോ, തുടക്കത്തിലുള്ള കാര്യമല്ല പറയണേ, അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആവുന്നു, ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ നോക്കുന്നു. ഡ്രസ്സ് ഇടാൻ നോക്കുന്നു, ഷൂ ഇടാൻ നോക്കുന്നു. ഷൂ ചിലപ്പോ തിരിഞ്ഞു പോയാലും ഭയങ്കര വാശി കാണിക്കാറില്ലേ, അവർ തന്നെ ഇടാനായിട്ട് നോക്കും. അങ്ങനെ എല്ലാം തന്നെ ചെയ്യാനായിട്ട് നോക്കും. കുറച്ചുകൂടെ കഴിയുമ്പോ തന്നെ മേക്കപ്പ് അതൊക്കെ തുടങ്ങും. ഭക്ഷണം വാരി കൊടുക്കുന്നത് ചിലപ്പോ ഇഷ്ടാവില്ല, അവര് തന്നെ കഴിക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ലോ ഓഫ് അറ്റൻഷൻ, ശ്രദ്ധ ഭയങ്കര ആയിട്ട് അവര് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. നമ്മളെ പോലെയല്ല മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് കുറെ കഴിഞ്ഞ് വളരുമ്പോഴല്ലേ പല പല പ്രശ്നങ്ങൾ മനസ്സിൽ വരുമ്പോ ഈ അറ്റൻഷൻ കുറഞ്ഞു പോകുന്നത്. സെർട്ടൺ സ്റ്റേജിൽ വരുമ്പോ കുട്ടി ഭയങ്കരമായിട്ട് എൻവയോൺമെന്റിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഇൻട്രസ്റ്റും കൂടും പല കാര്യങ്ങളും. വൈ ക്വസ്റ്റ്യൻസ് അത് ഭയങ്കരമായിട്ട് അവര് ചോദിക്കും, അവര് ശ്രദ്ധിക്കും. അമ്മ ചെയ്യുന്ന കാര്യം, അച്ഛൻ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ളവരുടെ കാര്യം, അവര് സംസാരിക്കുന്നത്. അതല്ലേ ഒരു പ്രായം വരുമ്പോ പ്രായമായ ആൾക്കാർ അല്ലെങ്കിൽ വീട്ടിലെ പാരന്റ്സ് പറയില്ലേ, അവള് വരുന്നുണ്ട്, അവളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണ്ട, അത് ശ്രദ്ധിക്കും, അങ്ങനെ പിടിച്ചെടുക്കും എന്നൊക്കെ പറയാറില്ലേ. സോ അത് ഓരോരോ ഏജ് വരുമ്പോഴുള്ള അതാണ് പറയുന്നത് കേട്ടോ, അവരുടെ ഡെവലപ്മെന്റിലെ ഓരോരോ കാര്യങ്ങള്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വിൽ അടുത്താണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ലോ ഓഫ് വർക്ക് അല്ലെ, അവരുടെ പ്ലേ. നെക്സ്റ്റ് പറഞ്ഞത് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു, അവർ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ചെയ്യുന്നു. നെക്സ്റ്റ് അറ്റൻഷൻ, ഭയങ്കര അറ്റൻഷൻ ആയിരിക്കും അവര്, പവർ ഓഫ് അറ്റൻഷൻ അതാണ് വരുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് വിൽ, അതെന്താന്ന് വെച്ചാല് പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങും. ചില നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളോടാണോ പറഞ്ഞതെന്നറിയില്ല, ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും.
അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവരുടെ ക്രിയേറ്റിവിറ്റിയും കൂടും, അവർക്ക് കോൺഫിഡൻസ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില കുട്ടികൾ ചില പ്രോഗ്രാംസ് ടിവിയിലെ അവര് കണ്ടതാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് അതുണ്ട്. അവർക്ക് റിപ്പീറ്റ് ചെയ്ത് പലതും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ലൈഫിലെ ഡെവലപ്മെന്റിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഇതാണ് ഈ ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത്. പലതും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ചെയ്യുന്ന ആക്ഷൻസിൽ ഒരു കൺട്രോൾ വരുന്നു, പവർ വരുന്നു. അതാണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഇത് സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യാനായിട്ട് കാരണമാകും. നെക്സ്റ്റ് വൺ കാണാൻ ഇച്ചിരി പാടായിരിക്കും അതിനകത്ത്. ഡെവലപ്മെന്റ് ഓഫ് വിൽ, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, അവരുടെ ബുദ്ധിയൊക്കെ വികസിക്കുന്ന ആ ഒരു ടൈം. ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഈ ഡെവലപ്മെന്റ് ഓഫ് വില്ലും ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസും അത് സെയിം തന്നെ. അതായത് ചില കാര്യങ്ങള് ഇപ്പോ കുഞ്ഞിലെ അവരുടെ കയ്യിലൊരു ഡോള് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ അവർ ആ ഡോള് വെച്ച് കളിക്കും. എങ്ങനെയൊക്കെ അവര് കളിക്കും? എങ്ങനെയാ ഒരു കൊച്ചുകുട്ടിക്ക് ആദ്യമായിട്ടൊരു ഡോള് കൊടുക്കുമ്പോ അവര് കളിക്കുന്നത്? ഒരു ഗേൾ ആണെന്ന് വിചാരിക്കുക, ബേബിയാ. ആ ഡോള് അതിനാദ്യം ശരിക്കും ഒന്ന് നോക്കൂ അവര്. കണ്ണിലേക്ക് ഒന്ന് കുത്തി നോക്കി, ചുറ്റും നോക്കി, അങ്ങനെ ചെയ്യുക. ഫസ്റ്റ് കൊടുക്കുമ്പോ അങ്ങനെ പാല് കൊടുക്കാനൊക്കെ ശ്രമിക്കും, മടിയിൽ കിടത്തി ഉറക്കും, സ്വയം നമ്മളെങ്ങനെയാണോ അവരെ നോക്കുന്നത് ആ ഡോളിനെ കുഞ്ഞിനെ പോലെ സംരക്ഷിക്കും. അതായത് അത് ജീവൻ ഇല്ലാത്തതാന്ന് അതിനറിയില്ല. ഇതിനെ പോലെ തന്നെ ലൈഫുള്ള എന്തോ ആണ്, അതിനോട് സംസാരിക്കും. ഈ പറഞ്ഞ പോലെ ഭക്ഷണം കൊടുക്കും, കുളിപ്പിക്കും, റെഡിയാക്കും, പൊട്ടു തൊടിക്കും, അങ്ങനെ എന്തൊക്കെ ഒരു മനുഷ്യക്കുഞ്ഞിന് അത് അതിന് എന്തെല്ലാം ഈ പറഞ്ഞ പോലെ അമ്മ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ റിയാലിറ്റിയെ പറ്റി മനസ്സിലാകുന്നില്ല. കുറേച്ചും കൂടെ കഴിയുമ്പോ ആ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് വരുമ്പോ അതിന് മനസ്സിലാകും ഇത് ലൈഫ് ഇല്ലാത്തതാണ്, ജീവനുള്ളതല്ല. അതിനു മുമ്പ് കുട്ടിയുടെ വിചാരം ചുറ്റും കാണുന്ന എല്ലാ സാധനത്തിനും ജീവനുണ്ടെന്നാണ്. ഒരു കസേര കണ്ടാലും എന്ത് കണ്ടാലും എല്ലാത്തിനും ഇതിനെ പോലെ തന്നെ ജീവനുള്ള സാധനമാണെന്നാണ് കുട്ടിയുടെ ഒരു ധാരണ. എല്ലാം മൂവിങ് ആണെന്നാണ്, മൂവ്മെന്റ് ഉള്ളതാണ്, അതായത് ജീവനുള്ളതാണ്. നമ്മള് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ശരിക്കും ലൈഫ് ഉള്ളതല്ലേ. നമ്മളിപ്പോ എന്താ പറയാ, ഒരു മീനെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് കരക്ക് ഇടുമ്പോഴേക്ക് ഇതുങ്ങള് വിറച്ച് അങ്ങ് ചത്തു പോവുമല്ലോ. അപ്പൊ ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് നോക്കുന്നത് എന്താ? അനക്കം ഉണ്ടോ എന്ന് നോക്കുമല്ലോ. അപ്പൊ മനുഷ്യന്റെ കാര്യമാണെങ്കിലും ജീവനുണ്ടോ അനക്കം ഉണ്ടോ എന്ന് നോക്കുന്നത്. ദാറ്റ് ഇസ് മൂവ്മെന്റ്. മൂവ്മെന്റ് മീൻസ് ലൈഫ്. എപ്പോഴും മൂവ്മെന്റ് ഉള്ളതാണ് ചുറ്റുമുള്ളതെന്നാണ് കുട്ടി വിചാരിക്കുന്നത്. പിന്നെ അത് റിയാലിറ്റി മനസ്സിലാക്കി. മാം, ചില ടൈമൊക്കെ കുട്ടികള് കസേരയോ എന്തെങ്കിലുമൊക്കെ തട്ടി വീഴുമ്പോ അതുങ്ങള് വേഗം വന്നിട്ട് അതാണ് വീഴ്ത്തിട്ട് വന്നിട്ട് അടി കൊടുക്കുന്നതാണ്. അവർക്ക് വിചാരം എനിക്ക് വേദനിച്ചമാതിരി അതിന് വേദനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടി കൊടുക്കുന്നതാണ് ചില കുട്ടികൾ. പക്ഷെ അതൊരു നെഗറ്റീവ് മെസ്സേജ് ആണോ കുട്ടിക്ക് കൊടുക്കുന്നത്? അതെ, നമ്മളല്ല തീർച്ചയായും. അങ്ങനെ പഠിപ്പിക്കുന്നത് കുട്ടികളെ. കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോ നമ്മളാണ് അങ്ങനെ വേഗം അവിടെ അടിക്കും. അതെ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ച് അവനിട്ടും കൊടുക്കണം എന്നല്ലേ? ഒരു നെഗറ്റീവ് മെസ്സേജ് അവിടെ പോവാണോ? എനിക്ക് ക്ലിയർ അല്ല. ചോദിച്ചതാ, നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിച്ചതാ. ടീച്ചർ പറഞ്ഞപ്പോ അങ്ങനെ തോന്നി. പക്ഷെ നമ്മള് കുട്ടികളെ പെട്ടെന്ന് എവിടെയെങ്കിലും തട്ടി വീണാല്, ഇപ്പൊ ചുമരിൽ തട്ടിയ കുട്ടികൾ കരയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ചുമരിൽ ഒരു അടി കൊടുക്കും, എന്നിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിക്കില്ലേ? അപ്പൊ ഇത് കണ്ടിട്ടാണ് കുട്ടികളും അതേ പ്രൊസീജിയർ തുടരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അടിക്കുന്ന പിള്ളേരുടെ കരച്ചിലും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ അങ്ങനെ ഒരു അടി കൊടുത്താൽ അപ്പൊ പിള്ളേരെ കരച്ചിലും നിർത്തും. അപ്പൊ ഇവര് സ്കൂളിൽ കൂടെ അതുകൊണ്ടാണ് നമ്മള് അടിക്കുമ്പോ ഇത്തിരി വലുതാകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങളെ നമ്മളെ തിരിച്ചടിക്കുന്നത്. കുട്ടികളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം വീണത്. അത് നമ്മൾ ആ കസേരയുടെയോ ആ ചെമറിന്റെയോ തലയിൽ കുറ്റം ചാരി വെക്കാൻ അവനെ ചെറുതിലേ തൊട്ട് ശീലിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കാരണം തന്നെ എന്റെ മക്കൾ എങ്ങനെ അറിയോ ടീച്ചറെ, ആരെങ്കിലും ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാതെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ മിസ് പറഞ്ഞപ്പോഴാണ് ആ ഒരു വ്യൂ പോയിന്റ് നമുക്ക് മനസ്സിലായത്. നമ്മൾ തന്നെയാണ് കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇതെന്താ പറയാൻ വന്നത് കുറെ നേരം പറയുക. മിസ് പറഞ്ഞ പോലെ ഇപ്പം എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഉപദ്രവിക്കണം എന്ന് അങ്ങനെ കുട്ടികൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കി അങ്ങനെ എടുക്കുവോ അതിൽ നിന്നാ?
അല്ല അങ്ങനെ ചെയ്യുമ്പോ അവരങ്ങ് ഹാപ്പി ആവുമല്ലേ. അപ്പൊ അവര് വളരുമ്പോ ഇത് തിരിച്ച് അതിന് പകരം അവന്റെ ആ തട്ട് കിട്ടിയ ഭാഗത്ത് നമ്മളൊന്ന് പതുക്കാ പോയി കാക്ക കൊണ്ടുപോയി വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നുണയാണെങ്കിൽ കൂടിയും അവൻ ഹാപ്പി ആവില്ലേ? ഏതാ നല്ലത്? അങ്ങനെ പറയാനുള്ള അമ്മമാര് കുറവായിരിക്കും. മിസ് പറഞ്ഞതാ നല്ലത്. നമ്മൾ ആരും ഇതിനെ കുറിച്ച് ഈ ഒരു മിസ് പെർസ്പെക്റ്റീവിനെ പറഞ്ഞത് കുറിച്ച് നല്ല. പക്ഷെ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ചെയ്യല് നേരെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ അത് അവര് വലുതാവുമ്പോ നമ്മൾ മെല്ലെ മെല്ലെ മാറ്റി കൊണ്ടുവരുന്നതാണ്. മാറുന്നുണ്ട്, അത് നമ്മൾ മാറ്റുന്നുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ ഇതാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ മിസ്സേ കേട്ടോ. കൈമാറി പോരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിസ്സേ നമ്മളെ എനിക്ക് അമ്മമാര് ചെയ്തതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. അല്ല മിസ്, എനിക്ക് കൊച്ചുണ്ടാവുമ്പോ മിസ് പറഞ്ഞ കണക്ക് ചെയ്യാം. ഓക്കെ. നീ അങ്ങനെ ചെയ്താൽ മതി എനിക്ക് കേട്ടോ. മിസ്സേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു മിസ്സേ എനിക്കാണെങ്കിലേ ഇപ്പൊ മിസ് ഈ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ ശരിയായിരിക്കും. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ചിന്താഗതിയിലുള്ളവരല്ലല്ലോ. അപ്പൊ എല്ലാവരും ഇപ്പം എനിക്ക് 2 ആൺമക്കളാണേ ഉള്ളത്. അപ്പം ചെറുപ്പത്തില് ഇവരിപ്പോ എവിടെങ്കിലും ഒന്ന് തട്ടി, മൂത്തവൻ എവിടെങ്കിലും ഒന്ന് തട്ടി വീഴുവാണെങ്കിൽ ആ കരഞ്ഞോണ്ടിരിക്കുന്ന ആ ഒരു കരച്ചില് പെട്ടെന്ന് നമ്മൾ അയ്യോ എന്തിനാടാ നീ എന്റെ കുഞ്ഞിനെ തട്ടിയിട്ടെ എന്നൊക്കെ നമ്മൾ ഈ കസാരയോടൊക്കെ ചോദിക്കുമ്പോഴേ പിള്ളേര് പെട്ടെന്ന് മൈൻഡ് പെട്ടെന്ന് അങ്ങ് മാറും. ആ മൈൻഡ് അവിടുന്ന് മാറ്റി ആ സങ്കടം ഒന്ന് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നതേ. അപ്പൊ വളർന്നു വരുമ്പോൾ നമ്മൾ അവരോടത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുമ്പോൾ അവരതങ്ങ് ഫോളോ ചെയ്യും. അല്ലാതെ ഒരാളെ ഉപദ്രവിക്കണം അല്ലെങ്കിൽ തല്ലണം അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ എടുക്കത്തില്ല. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഓരോ മക്കളും ഓരോരോ സാഹചര്യത്തിൽ ഓരോ മെന്റാലിറ്റി വളരുന്നവരല്ലേ മിസ്സേ. പക്ഷെ എനിക്ക് ഇതുവരെയ്ക്കും അതൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. പക്ഷെ മിസ് ഇങ്ങനെ പറഞ്ഞപ്പം ഒരു പക്ഷേ ചില കുഞ്ഞുങ്ങൾ അങ്ങനെയും ചിന്തിക്കാം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ നമുക്ക് തിരുത്താൻ ഒരു അവസരം വന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ആ ഒരു സംഭവം അവിടെ വിട്ടു പോവും. നമ്മൾ തല്ലുന്നത് പിന്നെ തിരുത്താനുള്ള അവസരം വന്നില്ലെങ്കിലോ? അപ്പം നമ്മൾക്ക് എല്ലാ പേരൻസും സ്വാർത്ഥരാണ്. നമ്മള് കുട്ടി ചെയ്തത് തെറ്റാന്ന് അംഗീകരിക്കാൻ മടിയുള്ള അമ്മമാർ ഇപ്പോഴും ഉണ്ട്. അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോഴേ ഇപ്പൊ ഞാൻ എന്റെ മോൻ ചെറുതായിരുന്നപ്പോ ഇതുപോലെ കസാര തട്ടിയിട്ട് വീണിട്ടുണ്ട്, അവന്റെ വോക്കർ തട്ടിയിട്ട്. ഞാൻ പറയും അയ്യോ കുഞ്ഞെ അതിന് കണ്ണില്ല, കുഞ്ഞല്ലേ ശ്രദ്ധിക്കേണ്ടത്, അതിന് വേദനിച്ച് കാണില്ലേ. അപ്പൊ അവൻ ചിന്തിക്കും അയ്യോ അവന്റെ ഫ്രണ്ടാണ് അവന്റെ വോക്കർ, അല്ലെങ്കിൽ അവന്റെ ടെഡി ബെയർ അവൻ തട്ടി വീണ അവന്റെ ഫ്രണ്ടാണ്, അതിന് വേദനിക്കില്ലേ എന്നുള്ളൊരു ചിന്ത വന്നാൽ മറ്റുള്ളവർക്കും കൂടിയും വേദനിക്കാത്ത രീതിയിൽ വേണം നമ്മൾ നടക്കാൻ എന്നുള്ളത് പിള്ളേരെ പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതെ ദിവ്യ ഭയങ്കര ഓസമാണല്ലോ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടപ്പോ എനിക്കത് മനസ്സിലായി. ഹിത ഇപ്പോഴും കൺഫ്യൂഷനിലാണോ എന്നൊരു ഡൗട്ട്. നമ്മുടെ ഒരു സൈക്കോ അനാലിസിസ് ഒരാളുണ്ടായിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ കുറെ ഇന്റർവെൻഷൻ നടത്തുന്നത്. ആ ഒരു മോണ്ടിസോറിയുടെ ആ ഒരു ടൈമില് ആൽബർട്ട് ബണ്ടൂരി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി ഈ ഒരു കാര്യത്തില്. അതായത് പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നത്, അദ്ദേഹം കുറച്ച് കുട്ടികളെ ഇതുപോലെ ബേബീസ്, ചെറിയ ഇങ്ങനെ പാവയൊക്കെ വെച്ച് കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളെ ടിവിയും കാണുന്ന അറ്റൻഷൻ വരുന്ന ആ ഒരു പ്രായം, നമ്മൾ അബ്സോർബൻ മൈൻഡ് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, എല്ലാം അങ്ങോട്ട് വലിച്ചെടുക്കുന്ന ഒരു മനസ്സാണ് ഇവരുടെ. ഇവരെ ഒരു ഷോ കാണിച്ചു. ഒരാള് നല്ല ഭംഗിയുള്ള ഒരു പാവയെ ഭയങ്കരമായി ഉപദ്രവിക്കുക. ഉപദ്രവിക്കാന്ന് വെച്ചാൽ അയാളെ പിച്ചി പറിച്ച് അടിച്ച് നശിപ്പിച്ച് ആകെ ഭയങ്കര വയലന്റ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ ഒരു റൂമിലാക്കി ആ സെയിം ഉള്ള ഡോളിനെ എത്ര കുട്ടികളുണ്ടോ അത്രയും നമ്പർ അവിടെ വെച്ചു. അപ്പൊ കുറെ കുട്ടികള് ഈ ഷോയിൽ കണ്ട പോലെ തന്നെ ഈ പാവയെ ഉപദ്രവിക്കാൻ തുടങ്ങി. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് അത് ചെയ്യാതിരുന്നത്. അതാണ് ഇപ്പം ആരോ പറഞ്ഞില്ലേ, നമ്മളുടെ ആ വളരുന്ന സാഹചര്യം അതാണ്. ചിലര് അതേ വയലൻസ് കാണിച്ചു, കുറച്ചു കുട്ടികൾ മാത്രം അത് ചെയ്തില്ല. അതാണ് കാര്യം പറഞ്ഞത്. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞത് അതാ, അവരങ്ങ് വലിച്ചെടുക്കുക. അത് പാരന്റ്സ് കാണിക്കുന്ന ചിലപ്പോ അതേപടി, അതായത് ഇപ്പൊ എന്താ പറയാ, അച്ഛൻ അമ്മയെ വഴക്ക് പറയുവാണെങ്കിൽ സിബ്ലിങ് ചെറിയ കുട്ടി താഴെ ഉണ്ടെങ്കിൽ വലിയ കുട്ടി അച്ഛൻ എങ്ങനെ അമ്മയോട് കൈ ചൂണ്ടി ഇതാക്കിയോ അതുപോലെ ഇവനും കാണിക്കാനായിട്ട് ശ്രമിക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഇതില് കേട്ടതാണ്, 2 കുട്ടികളാ, 2 ബോയ്സ്, മൂത്തതും ചെറുതും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം.
മൂത്തവൻ ഒരു 12 ഇയേഴ്സ് ആ ഒരു ഇത്, മറ്റത് അതിനേക്കാളും 4 വയസ്സ് താഴെയുള്ളത്. എന്തോ കളിച്ചപ്പോ, എപ്പോഴും കുട്ടികൾ സിബ്ലിങ്സ് ആണെങ്കിലും തമ്മിൽ കളിക്കുമ്പോ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും, അവര് തമ്മിൽ വഴക്കുണ്ടാവും. അപ്പൊ തന്നെ സോർട്ട് ഔട്ട് ആവും. പല പാരന്റ്സും അവർ സോർട്ട് ഔട്ട് ആക്കട്ടെ എന്നുള്ള രീതിയിൽ പറയും. ശരി, പ്രശ്നമാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഇടപെടുള്ളൂ. അപ്പൊ ഇങ്ങനെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോ, അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു അന്ന്, ജോലി കഴിഞ്ഞ് വരുമ്പോ കാണുന്ന കാഴ്ച, ഇവര് തമ്മിൽ കളിച്ചെന്തോ വഴക്കായി മൂത്തവൻ ചെറുതിനെ ഒന്ന് അടിച്ചു. അപ്പം അച്ഛന് എന്തോ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഓഫീസിലുണ്ട്. വന്നോടെ ഇത് കണ്ടോണ്ട് വരുമ്പോ ഈ 12 വയസ്സുകാരനെ അച്ഛൻ കുതിരെ തല്ലി, ഭയങ്കരമായിട്ട് തല്ലി. അവനൊരുമാതിരി ഇങ്ങനെ ഷോക്കടിച്ച പോലെ കരയാൻ, ആ ഒരു മരവിച്ച പോലെ കേട്ടോ. അവനോടൊരു ഡയലോഗും അച്ഛൻ, എന്നോട് പറഞ്ഞിട്ടില്ലേ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കരുതെന്ന്. അപ്പൊ അവൻ അച്ഛനെ ഒരു നോട്ടം നോക്കി. കാരണം വെച്ചാല് ഇവനും ചെറിയ കുട്ടി തന്നെയല്ലേ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ചെറിയ കുട്ടികളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഇവനെ തല്ലുന്നത്. അവൻ അച്ഛനെ ഒരു നോട്ടം നോക്കിയപ്പോ അയാൾ ആ ഒരു സ്ട്രെസ് സ്ട്രെയിനിൽ ചെയ്തതാണ്. പക്ഷെ അതാണ് നമ്മള് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഈ എന്താ പറയാ, ഋത്തിക് റോഷനും സൂസനും അവര് ഡിവോഴ്സായി. പക്ഷെ അവരുടെ കുഞ്ഞിന്റെ കാര്യം വരുമ്പോ ഒരു ഭയങ്കര ഒറ്റക്കെട്ടാണ്. സ്കൂളിൽ കുട്ടിക്ക് ഒരു ആവശ്യം വരുമ്പോ, അല്ലാതെ കുട്ടിക്ക് ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോ, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ന്യൂസിൽ ഇവരുടെയൊക്കെ കാര്യം ന്യൂസിൽ വരുമല്ലോ. അപ്പൊ അങ്ങനെയും പാരന്റ്സ് ഉണ്ട്. അവര് ഡിവോഴ്സ് ആണെങ്കിലും അവര് കുട്ടിയുടെ കാര്യം വരുമ്പോ, അതായത് കുട്ടിയുടെ റൈറ്റ്സ് നഷ്ടപ്പെടരുതെന്ന് പറയും. അങ്ങനെ അത് ഡിവോഴ്സിന്റെ പല 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 വേർഷൻസ് പലരും പറയും. കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഒരു കൂട്ടര് പറയും. എന്തിനാ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കുട്ടി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും അച്ഛനും അമ്മയും രണ്ടായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ലോകം ഇവര് ഭംഗിയുള്ളത് ഉണ്ടാക്കട്ടെ. പല സിനിമ ഡയലോഗൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഡിപ്പെൻസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. അവരൊരു മെച്യൂർ ആകുമ്പോൾ അവർക്കറിയാം ലൈക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് അവര് പെട്ടെന്ന് മനസ്സിലാക്കും. ബട്ട് അവരെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പാരന്റ്സ് രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് അത് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരിക. കാരണം അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ഗാർഡിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതിങ്ങനെ വന്നു. അപ്പൊ ഇങ്ങനെ ഇതൊരു സംശയം എനിക്ക് വന്നു. ഇങ്ങനെ കുട്ടി വീഴുമ്പോ തറക്കിട്ട് തട്ടുക, കസേരക്കിട്ട് ചവിട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അത് ഇവരിലേക്ക് ഒരു റോങ് മെസ്സേജ് ആണോ ചെല്ലുന്നത്? ചില കുട്ടികളിൽ അത് ഓക്കെയാണ്, പ്രശ്നം ഉണ്ടാവില്ല. ചിലരിൽ അതറിയാം, അപ്പൊ എനിക്കിട്ട് തന്ന് തിരിച്ചു കൊടുക്കണം, ആ ഒരു ഇത് വരുമായിരിക്കും എന്ന് പറയുവാണ്. സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴേക്കും ചില കുട്ടികൾ ഭയങ്കര അക്രമാസക്തരാകും, എല്ലാ കുട്ടികളെയും പിടിച്ച് തള്ളുക, അങ്ങനെയൊക്കെ. അത് ഇതുകൊണ്ടാവണമെന്നില്ല, അത് വേറെ വല്ലതും കൊണ്ടായിരിക്കാം. എപ്പോഴും വാങ്ങിയിട്ട് വരാനും പഠിപ്പിക്കരുതല്ലോ. എന്റെ മോന് ഇടയ്ക്കൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണേ. അപ്പൊ ഈ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ബസ്, ഇപ്പൊ ലൈൻ ബസ്സിലെ പോണ ആള്. അപ്പൊ ലൈൻ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവനും ഫ്രണ്ടും കൂടി ബസ് കയറാൻ നിൽക്കുമ്പോ ബാക്കിൽ വന്നിട്ട് നല്ലൊരു അടി കൊടുത്തത്രേ. നല്ലൊരു അടി കൊടുത്തോണ്ട് 2-3 വഴക്ക് കൂടണമാരി അടി കൊടുത്തിട്ട് JK കിഡിങ് പറഞ്ഞിട്ട് തമാശക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് ഇവനെ എങ്ങനെ ആക്കി. ഇവന്റെ കൂടെ ഒരു ഫ്രണ്ടേ ഉള്ളൂ. അവന് ഫുട്ബോളൊക്കെ ക്യാമ്പിന് വേണ്ടി നിന്നിട്ട് ഒരു ടൈമായി 5 മണി കഴിഞ്ഞു വരാന്. അവരെ സൈഡിലാണെങ്കിൽ നിറയെ കുട്ടികളുണ്ട്, പിന്നെ ബസ് സ്റ്റോപ്പിലും. അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നു പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടി കിട്ടും എന്നുള്ള പേടിയിൽ അവനൊന്നും ചെയ്തില്ല. ഈ അടി മുഴുവൻ വാങ്ങിയിട്ട് വന്നു. പിന്നെ പോരാത്തത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവന്റെ ഇടുപ്പിന്റെ അത്രേ ഉള്ളൂ ആ കുട്ടി. എന്നാലും ചേട്ടാ എന്തിനാ അടിക്കുന്നത് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അടി കൊടുത്തങ്ങി പ്രശ്നമാവും, വീട്ടിലുകാരെ എന്തെങ്കിലും പറയും. നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇവൻ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല കണ്ണൊക്കെ കലങ്ങിയിട്ട് വന്നപ്പോ വരുന്ന കണ്ടപ്പോഴേ എനിക്കൊരു സംശയം, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ എന്നെ അടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എന്തിനാ അടിച്ചത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, അവനെ അടിച്ചിട്ട് തന്നെ വെറുതെ തല്ലിയതാണ്, കിഡ് ചെയ്തതാണ് പറഞ്ഞിട്ട് JK പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ നിനക്ക് 2 കൊടുക്കായിരുന്നില്ല എന്നാണ് എനിക്ക് ചോദിച്ചത്. കാരണം ഇത് നാളെ സമാധാനമായി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് അടി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. പ്രശ്നം സമാധാനമായി കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അഥവാ പാരന്റിനെ വിളിച്ച് ചോദിക്കുക ചെയ്താൽ ശരി, ഇനി ചെയ്യരുത് എന്ന് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിലപ്പോ ഞാൻ കൂടുതൽ ഒന്നും ചെയ്യരുത്, കുറുമ്പ് കാണിക്കരുത്, അവനെ ചെറുപ്പം തൊട്ടേ ഇത്തിരി കുറുമ്പുള്ള ആളാണ്. അപ്പൊ നമ്മള് പറഞ്ഞു കൊടുത്ത് അവനെ ഒന്നും ചെയ്യരുത്. അപ്പൊ അവൻ അങ്ങനെ ഒരു രീതിയിലായി. ആരും എന്താ പറയാ, പ്രശ്നത്തിനൊന്നും പോവില്ല.
അന്ന് ചില സമയത്തൊക്കെ നല്ല തിരിച്ചും കൊടുക്കുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ് വന്നപ്പോ അപ്പൊ ആ അടിച്ച കുട്ടിനെ കണ്ടത് ഇവന്റെ പകുതിയുള്ളൂ. അന്ന് 8ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് ചോദിച്ചു, നിനക്ക് 2 കൊടുക്കായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോ അവനാകെ അന്ന് വിട്ടു അത് അമ്മേനാണോ പറയണത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ നാളെ സോൾവ് ആയി കഴിഞ്ഞാൽ നിനക്ക് അടി കൊടുക്കാൻ പറ്റും അവനക്ക്. അപ്പൊ ഇത്ര വലിയ കുട്ടിയായിട്ട് നീ എന്തിനാ വാങ്ങിച്ചു? ഞാൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു പോയി. എനിക്ക് എന്ത് തോന്നി, ചിലപ്പോ ഞാൻ എനിക്ക് ഇതൊരു റോങ് മെസ്സേജ് ആയിരിക്കുമോ എന്നും പറഞ്ഞിട്ട് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, പ്രശ്നത്തിന് നീയായിട്ട് പോകരുത്, അന്ന് ഒരു 2 അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് തിരിച്ചു കൊടുത്തോന്നും പറഞ്ഞു. അതിനെല്ലാപ്പോഴും വാങ്ങിയിട്ട് വരാനും പ്രോത്സാഹിപ്പിക്കുന്നത് അവർ അങ്ങനെ ഒരു ഇതായി പോവുമല്ലോ. അവരെ ഭയങ്കരമായി ഉപദ്രവിക്കുക എന്നുള്ളതല്ല. ഇതേ പറഞ്ഞപ്പോ എനിക്കൊരു ഓർമ്മ വന്നത് എന്റെ മോളുടെ കാര്യമാണ്. അവള് ക്ലാസ്സിൽ ഇച്ചിരി ഹൈറ്റ് ഉള്ള കുട്ടിയായിരുന്നു. LKG പഠിക്കുമ്പോ അന്ന് മോൻ കുഞ്ഞ 8 മാസം അത്രയും വേണ്ടിയുള്ളൂ. അപ്പൊ ഹസ്ബൻഡാണ് വൈകിട്ട് അവളെ സ്കൂളിൽ നിന്ന് കൊണ്ടിരുന്നത്. വരുമ്പോ ഹസ്ബൻഡിന്റെ മുഖം ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നു, അവളും ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ വേർഷൻ, അവൾ ഒരു കുട്ടിയെ തള്ളിയിട്ടു, അവന് നെറ്റിയിൽ നല്ല മുറിവുണ്ടായി, എത്രയോ സ്റ്റിച്ച് ഇട്ടു. എനിക്കിത് കേട്ടിട്ട് ടെൻഷനായി വരുമോ. ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ തള്ളിയിട്ടെ? അവൾക്ക് പറയാൻ മറുപടി ഇല്ല. ഒരു ബോയിയാണ് തള്ളിയിട്ടത്. അപ്പൊ എനിക്ക് എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ വേഗം ഇവിടെ ക്ലാസ് സിസ്റ്റർ വിളിച്ചപ്പോ സിസ്റ്റർ വയനാട്ടിൽ വീട്ടിൽ പോയി വന്നുകൊണ്ടിരിക്കുക. സിസ്റ്റർ പറഞ്ഞു, ഈ പ്രണവി അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, ഞാൻ ഇതൊന്ന് കറക്റ്റ് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് കുട്ടിയാണെന്നൊന്ന് അന്വേഷിച്ച് പറയാമോ, എനിക്ക് അതിന്റെ പാരന്റിനെ ഒന്ന് വിളിക്കാനാന്ന്, ഒരു സോറി പറയണമല്ലോ നമ്മള്. പക്ഷെ എനിക്ക് അന്ന് കിട്ടിയില്ല ആ പാരന്റിന്റെ നമ്പർ. നമ്മളൊന്നും ഉറങ്ങിയിട്ടുമില്ല. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോ ഈ വീണ കുട്ടിയുടെ പാരന്റ് അവിടെ ഉണ്ട്, അമ്മ അവിടെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ അവരോട് സോറി പറഞ്ഞപ്പോ അവര് പറയും, അവരിങ്ങനെ എന്നെ അന്തം വിട്ട് നോക്കുന്നു, എന്തിനാ സോറി പറയണേ? അപ്പോഴാ പറഞ്ഞത്, മോൻ ടോയ്ലറ്റ് ഇവരെ 9 വിടുമല്ലോ, അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ക്ലാസ്സിലേക്ക് കേറുന്ന അവിടെ ഒരു ചവിട്ടി ഉണ്ടായിരുന്നു, ഒരു റഗ്. അതില് ചവിട്ടി അവൻ സ്ലിപ്പായി വീണതാ. അവൻ വീണപ്പോ ബാക്കിൽ പ്രണവിയ. അപ്പൊ കുട്ടികൾ എല്ലാരും കൂടെ പറഞ്ഞു പ്രണവിയ തള്ളിയിട്ടത്. ടീച്ചർ വീണതില് അവന് പക്ഷെ അത് തിരുത്താൻ പറ്റിയില്ല, അവന് കൊച്ചുകുട്ടിയല്ലേ. ടീച്ചർമാർ ഇവളെ ഭയങ്കരമായിട്ട് ഇവളെ വഴക്ക് പറഞ്ഞു, ഇവളാണ് തള്ളിയിട്ടേന്നും പറഞ്ഞിട്ട്. ഇവള് പറയുന്നുമില്ല ഞാനല്ല ചെയ്തതെന്ന്. മറ്റേ മോൻ അവൻ വീണതിന്റെ ഇതില് അവനും പറയാൻ പറ്റിയില്ല. അവൻ പക്ഷെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ അവന്റെ അമ്മോട് പറഞ്ഞു, അത് ഈ ചവിട്ടി തെന്നി വീണതാന്ന്. പക്ഷെ നമ്മൾ അത്രയും നേരം നമ്മുടെ കുട്ടിയെ ചെയ്തേന്നുള്ള നമുക്കൊരു ഗിൽട്ടി ഫീലിങ്ങും, എനിക്ക് അവളോടൊരു ഞാൻ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തു. അത് കൊച്ചിന് ഭയങ്കര വിഷമായില്ലേ, അവൾക്കത് ഭയങ്കര വിഷമായി. ഈ ടീച്ചർമാരും കുട്ടികളും എല്ലാം കൂടെ ഇവൾക്ക് എഗെയിൻസ്റ്റ് ആയപ്പോ, LKG പഠിക്കാന്ന് പറയുമ്പോ ചെറിയ പ്രായമല്ലേ, അങ്ങനെ അത് ശരിക്കും അവരെ ആ മനസ്സ് വല്ലാണ്ട് തളർന്നു പോയി കുട്ടിയുടെ. എന്റെ അമ്മ പറഞ്ഞപ്പോഴ, അയ്യോ പ്രണവി ഒന്നും ചെയ്തതല്ല, അവൻ പറഞ്ഞു പിന്നെ എന്നോട് ചവിട്ടിയിൽ തട്ടി അവൻ വീണതാണ്, അങ്ങനെ മുറിഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത്രയും നേരം നമ്മൾ എന്ത് ടെൻഷനിലായിരുന്നു. ആ ഒരു വേർഷനെ അത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ടീച്ചർമാർ അവളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി. അതാണ് ആ കുട്ടി സ്കൂളിലെ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് കൂടി അവിടെ ഒരു ടീച്ചറുടെ സപ്പോർട്ട് വരേണ്ട, അതിന് പകരം ഇവരെല്ലാം കൂടെ കുട്ടിയെ ഒറ്റപ്പെടുത്തിയില്ലേ. അത് ചെറിയ കുട്ടിയും കൂടെ ആയപ്പോ അവൾക്കത് ഭയങ്കര വിഷമായി. അപ്പൊ ആള് +2 ആയിട്ടോ. അപ്പൊ അതാണ് അതപ്പം നമ്മളും ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തുമ്പോ നമ്മൾ ഇങ്ങനെ പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയാണ്, ഒരു കുട്ടിക്ക് മുറിവേറ്റു, അതിനെ ടേക്ക് കെയർ ചെയ്യണം. പക്ഷെ ഗിൽട്ടി ഫീലിംഗ് ആയിട്ട് ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ അവരെയും ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയ മനസ്സല്ലേ, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളുമാണ്. അങ്ങനെ ഒരു കാര്യം അത്രയും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് നമുക്കത് ഒന്നുകൂടെ ആ ഒരു ഭാഗം ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ ഡയഗ്രം ഇല്ലേ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇന്നിപ്പോ അതെന്തായാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന്റെ താഴെ അത് ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ പറഞ്ഞു പോവാം. അപ്പോ നിങ്ങളുടെ വർക്കൊക്കെ ടൈംലി വേഗം അയച്ചു തരാം. ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളവരൊക്കെ ആക്ടിവിറ്റീസും അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫൈൻ. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, miss. Thank you, miss. Okay, bye. Bye bye.
എത്ര വയസ്സ്? മോളോ മോനോ? ചെറിയ ശബ്ദം, ചെറിയ ബേബിയാന്ന് തോന്നുന്നു. ഹായ് ബൈ. വാവേ എവിടെ നോക്കി?